നമ്മുടെ ഈ ഫുട്ബോളിൽ പൊസിഷൻ ഗെയിം പ്ലേയിങ് സ്റ്റൈൽ ഇട്ട് കളിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഫോർമേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഞാനിനി നിങ്ങളോട് പറയാൻ പോകുന്ന ഈ രണ്ട് ഫോർമേഷനാണ്. ഞാൻ ഈ പറയുന്ന രണ്ട് ഫോർമേഷന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന സമയത്ത് എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ കയറി ചെന്ന് പന്ത് ചോദിച്ചു വാങ്ങുന്ന ഒരു തരം ഫോർമേഷൻ തന്നെയാണ്. അതുകൂടാതെ ഈ ഫോർമേഷൻ സെറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഇതിന്റെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫോർമേഷൻ 4-3-1-2 എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ മുമ്പിലുള്ള രണ്ട് CF-ഉം ഒന്നുകിൽ ഡീപ് ലൈൻ ഫോർവേഡ് അല്ലെങ്കിൽ ഗോൾ പോച്ചർ കാർഡോ ആയിരിക്കും. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇതിന്റെ അറ്റാക്കിംഗിൽ നിങ്ങൾ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറിന്റെ കാർഡ് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ വെച്ചിരിക്കുന്നത് റൊണാൾഡീനോന്റെ ഒരു കാർഡാണ്. ഇനി സെന്റർ ബാക്കിൽ വരുമ്പോൾ ഒന്നുകിൽ ബിൽഡപ്പോ അല്ലെങ്കിൽ ഡെസ്ട്രി ഉള്ള ഒരു കാർഡ് വെച്ച് നമ്മൾ ഈ ഫോർമേഷൻ ഒന്ന് സെറ്റ് ആക്കും. ഈ ഒരു ഫോർമേഷന് മെയിൻ ആയിട്ട് സെറ്റ് ആക്കേണ്ടത് ഇതിന്റെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ്. ഞാനിവിടെ എന്റെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസിൽ കൗണ്ടർ ടാർഗറ്റ് ആയി ഇവിടെ എന്റെ ഗോൾ പൂച്ചർ കാർഡായ ബെയിലിനെയാണ് വെക്കുന്നത്. ഇവിടെ കൗണ്ടർ ടാർഗറ്റിൽ ഇങ്ങനെ വെക്കുന്നത് ഗുണം എന്തെന്ന് ചോദിച്ചാൽ വെറുതെ സെൻട്രൽ ആടെ വന്നൊന്നും സ്ട്രെങ്ത് കളിയില്ല. എവിടെയാണ് നിർത്തിപ്പിച്ചത് അവിടെ തന്നെ ഇത് ഉറച്ചു. അടുത്ത ടാർഗറ്റിൽ എന്റെ CF ഉമ്മീനെയും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് അറ്റാക്കിംഗിൽ ഒന്നാമത്തെ സെക്ഷനിൽ ഞാൻ എന്റെ ക്രിയേറ്റീവ് പ്ലേ മേക്കറായ റൊണാൾഡീനെയാണ് വെക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ ഡിഫൻസീവിൽ തന്നെ ഒന്ന് ഉറച്ചു നിൽക്കാൻ എന്റെ ടോണി ആദംസ് ആയ സെന്റർ ബാക്കിനെ ഞാൻ ഇവിടെ സെറ്റാക്കുന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫോർമേഷനും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ്. അടുത്ത ഫോർമേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫോർമേഷൻ താഴെ കമന്റ് ചെയ്തു. രണ്ടാമത്തത് ഏറ്റവും ബെസ്റ്റ് ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം 4-3-2 എന്ന ഫോർമേഷനിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോർമേഷന്റെ പ്രത്യേകത അറിയാൻ ഇത് കളിച്ച് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കി വരാം. അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ കൗണ്ടർ ടാർഗറ്റായി റുമിനിങ്ങിനെയും അടുത്ത കൗണ്ടർ ടാർഗറ്റായി ഞാൻ എന്റെ റൊണാൾഡീനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായി രണ്ട് അറ്റാക്കിംഗ് സെക്ഷനിൽ ഒരു സെക്ഷനിൽ ഞാൻ എന്റെ അറ്റാക്കിംഗിലായി സ്റ്റീവൻ ജെറാർഡിനെയാണ് കയറ്റിയിരിക്കുന്നത്. കാരണം സെന്റർ മിഡ്ഫീൽഡിലാണ് സ്റ്റീവൻ ജെറാർഡ് കളിക്കുന്നത്. പെട്ടെന്ന് ഒരു അറ്റാക്കിംഗിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ കളിക്കുന്ന ജെറാർഡിനാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. അടുത്ത രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ ഡിഫൻസീവാണ് ഇട്ടിരിക്കുന്നത്. അവിടെയും ടോണി ആദംസിനെ തന്നെയാണ് ഞാൻ ഡിഫൻസീവിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഡിഫൻസീവിൽ വെച്ചാൽ എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മളോട് ഓപ്പണന്റ് കയറി വരികയാണെങ്കിൽ ബാക്കിയുള്ള ഡിഫൻഡേഴ്സ് കുറച്ച് മുമ്പിലാണെങ്കിൽ ടോണി ആദംസ് ഡിഫൻസീവ് തന്നെ കുറച്ച് എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം.